എംപിമാരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ നിയമസഭയിൽ മത്സരിക്കുക എന്നത്? പമ്പര വിഡ്ഢി കെ സുധാകരൻ പരസ്യമായി പറഞ്ഞ കാര്യമാണിത്. നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് മുമ്പ് എം പി ആകണമെന്ന് പുതിയ നിയമം വല്ലതും വന്നു? ഇവരെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നവനിട്ട് തിരണ്ടിവാൽ കൊണ്ടടിക്കണം. സുധാകരൻ എം പി സ്ഥാനം രാജിവെച്ചിട്ട് BJP-കാരനായി മത്സരിക്കട്ടെ. ഇതുപോലെ ഒരു കൊള്ളക്കാരൻ കേരളത്തിൽ ജനിച്ചിട്ടില്ലെന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ പറയുന്നത്. കണ്ണൂർ എൻ്റെ ഹൃദയമാണ്, ചോരയാണ്. എൻ്റെ ഇടവും വലവും നിന്നിരുന്ന 24 കോൺഗ്രസ് പ്രവർത്തകരെ CPM ഗുണ്ടാസംഘം വെട്ടിക്കൊന്നത് എനിക്ക് മറക്കാനാവില്ല. ഞാൻ എപ്പോഴും ജീവിക്കുന്നത് രക്തസാക്ഷികൾക്ക് വേണ്ടിയാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കണ്ണൂർ സിംഗം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കും മുമ്പ് അടിച്ച ഡയലോഗാണിത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കണ്ണൂരിൽ BJP-യുടെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കും. കോൺഗ്രസ് ജീവവായു ആണെന്ന് പറയുന്ന അതേ നാക്കുകൊണ്ട് തന്നെയാണ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP-യിൽ പോകുമെന്ന ഭീഷണി. ഇതിന്റെ പേരാണ് ഇരട്ടത്താപ്പ്. ഇയാൾ കറക്കുന്ന പശുവിനെ വിറ്റിട്ട് ചവിട്ടുന്ന കാളയെ വാങ്ങുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? മാർക്സിസ്റ്റുകാർക്ക് ഇയാളെ വേണ്ട. 80 വയസ്സ് കഴിഞ്ഞ ഇയാളെ കിട്ടിയിട്ട് BJP-കാർക്ക് എന്നാ കാണിക്കാനാ? പുഴുങ്ങി തിന്നാൻ കൊള്ളൂ. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ഒന്ന് ജയിക്കുക കൂടി ചെയ്യണ്ടേ? 50 കോടി രൂപയും രാജ്യസഭയും കേന്ദ്രമന്ത്രി സ്ഥാനവും കേട്ടപ്പോഴേ അവർ ഉപേക്ഷിച്ചതാണ്. കണ്ണൂർ ജില്ലയിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിലെ മാർക്സിസ്റ്റ് വിരോധം പരമാവധി ആളിക്കത്തിച്ച് മനഃപൂർവ്വം കുറെ രക്തസാക്ഷികളെ ഉണ്ടാക്കി അവരുടെ പേര് പറഞ്ഞ് മുഴുവൻ, അതായത് ലോകം മുഴുവൻ പണപ്പിരിവ് നടത്തി കോടികൾ ഉണ്ടാക്കിയ കണ്ണൂർ സിംഗം കോൺഗ്രസ്സുകാരെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആരാണ് അവരെ കൊല്ലിച്ചതെന്ന് നാട്ടുകാർക്കറിയാം. അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് അവർ മരിച്ചത്. എന്നിട്ടത് കോൺഗ്രസിന്റെ പറ്റുബുക്കിൽ എഴുതി വെച്ചു. മരിച്ചവന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് പിരിവ് നടത്തി കോടികൾ ഉണ്ടാക്കി കൊട്ടാരം പണിതു. കോൺഗ്രസ്സുകാരുടെ മനസ്സിലെ വൈകാരികതയെ മുതലെടുക്കുവാനുള്ള പുതിയ തന്ത്രവുമായി ഇറങ്ങി പുറപ്പെട്ട് ഇരിക്കുകയാണ് ഈ സിംഗം. DCC പ്രസിഡന്റായിരുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ 97 നിയമനങ്ങൾ നടത്തി. എല്ലാവരോടും 5 ലക്ഷം രൂപ വെച്ച് വാങ്ങി. അതിൽ പണം വാങ്ങാതെ ഏതെങ്കിലും ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ഒരംഗത്തിന് ജോലി നൽകിയിട്ടുണ്ടോ? പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ പല ചെറുപ്പക്കാരുടെയും കുടുംബങ്ങളിൽ ഇന്നും ജീവിക്കുവാൻ വകയില്ലാതെ പകച്ചു നിൽക്കുന്നവരുണ്ട്. മൈക്കിന് മുന്നിൽ അട്ടഹാസം നടത്തി മാർക്സിസ്റ്റ് വിരുദ്ധത പ്രസംഗിച്ച് മാത്രം ആളായ കണ്ണൂർ സിംഗം സ്വന്തം നാട്ടിൽ പാർട്ടിക്ക് വേണ്ടി സ്വന്തമായി ഒരു 5 സെന്റ് ഭൂമി വാങ്ങി അതിലൊരു പാർട്ടി ഓഫീസ് പണിതിട്ടുണ്ടോ? 2011 കണ്ണൂർ DCC ഓഫീസ് പൊളിച്ചു മാറ്റി 2018 വരെ DCC ഓഫീസിന്റെ പേരിൽ ലോകം മുഴുവൻ പണപ്പിരിവ് നടത്തി. 20 കോടി രൂപയുടെ കൊട്ടാരം പണിത നേതാവാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലെ നിയമനങ്ങളിൽ ഓരോ വർഷവും കോടികളാണ് കപ്പമായി വാങ്ങുന്നത്. K. കരുണാകരന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി ഒരു ഹൈസ്കൂൾ വിലയ്ക്ക് വാങ്ങാൻ ഗൾഫ് രാജ്യങ്ങളിൽ 42 കോടി രൂപയോളം ഷെയർ പിരിച്ചെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ആരോപണങ്ങൾ കേൾക്കുന്നത്. അത് മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങിയ സംഭവം ആരും മറന്നിട്ടില്ലെന്നാണ് കണ്ണൂരുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ഹൈസ്കൂൾ CPM സഹകരണ ബാങ്ക് വിലയ്ക്ക് വാങ്ങി. ലക്ഷങ്ങളിൽ ഷെയർ കൊടുത്തവർക്ക് പണം തിരിച്ചു കൊടുത്തതുമില്ലെന്നാണ് കണ്ണൂരിൽ കേൾക്കുന്ന അരമന രഹസ്യം. DCC ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5 DCC ഓഫീസുകൾ പണിയാനുള്ള പണം സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പിരിച്ചെടുത്തുവെന്നാണ് കേൾക്കുന്ന മറ്റൊരാരോപണം. നീണ്ട 8 വർഷക്കാലം പണപ്പിരിവ് തന്നെയായിരുന്നു ജോലി എന്നാണ് പറയപ്പെടുന്നത്. ഒന്നിനും ആരോടും കണക്ക് പറയണ്ട, കിട്ടുന്നത് മുഴുവൻ തനിക്ക് തന്നെ. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന വിദേശങ്ങളിലുള്ള നൂറുകണക്കിന് ആളുകളെ മുതലെടുത്ത് പാർട്ടിയുടെ പേര് പറഞ്ഞ് കോടികൾ കൊയ്ത കണ്ണൂർ സിംഗത്തിന് ഇനി എന്താണ് വേണ്ടത്? 82 വയസ്സ് പിന്നിട്ട ഈ യുവാവ് അടങ്ങാത്ത അധികാരക്കുതിയും ദുരയും മൂത്ത് അടുത്ത UDF മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയുടെ കസേര സ്വപ്നം കണ്ട് ആഞ്ഞു നടക്കുകയാണ്. വീട്ടിൽ പട്ടിയെ കുളിപ്പിക്കുന്ന പണിക്കാരനെ കൊണ്ടാണ് ഫേസ്ബുക്കിൽ തനിക്ക് വേണ്ടി അനുകൂല പോസ്റ്റ് ഇടിയിപ്പിക്കുന്നത്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലും കിട്ടിയില്ല. സ്വന്തം ഗ്രൂപ്പിലുള്ളവർ മുഴുവൻ കാലുമാറി. വീട്ടിൽ പുഴമീനും നാടൻകുലയും കൈതച്ചക്കയും സ്ഥിരമായി എത്തിച്ച് നേതാവായ യുവ നേതാവ് പോലും KC വേണുഗോപാലിനൊപ്പം പോയി. പ്രായത്തിന്റെ ആധിക്യത്തിൽ ഓർമ്മശക്തി പോലും നഷ്ടപ്പെട്ട ഈ വയോധികൻ ഗോദ്രേജ് ഡൈയുടെ ബലത്തിലാണ് ചെറുപ്പക്കാരനായത്. നിലവിൽ MP ആണ്. അതൊഴിവാക്കി MLA ആവണം, മന്ത്രിയാകണം. ആക്കിയില്ലെങ്കിൽ BJP-യിലേക്ക് പോകുന്നുവെങ്കിൽ വേഗം പൊയ്ക്കൊള്ളുക എന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി സീറ്റ് വാങ്ങൽ ഇനി നടക്കില്ല. താങ്കൾ കണ്ണൂരിൽ വെറും ഒരു കടലാസ് പുലി മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ്സുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. വെറും ബഡായിയും വീരവാദവും അല്ലാതെ ആളൊരു വട്ടപൂജ്യമാണെന്ന് അറിയാവുന്നവർക്കെല്ലാം അറിയാം. രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് തട്ടിപ്പൊന്നും ഇനി നടക്കില്ല. 40 വർഷക്കാലം ഈ പാർട്ടിയെ ഉപയോഗിച്ച് ചക്രവർത്തിയെ പോലെ സുഖിച്ച് ജീവിച്ചു. മതി. പുതിയ തലമുറയിലെ പിള്ളേർക്ക് വേണ്ടി മാറി നിന്ന് കൊടുക്ക്. അതാണ് ആരോഗ്യത്തിന് നല്ലത്.